ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി ഡ്രോൺ സർവേ നടത്തിയതിൽ വിവാദം. പദ്ധതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് ഡ്രോൺ സർവേ നടത്തിയതെന്ന് പി പ്രസാദ് MLA ആരോപിച്ചു. ഡ്രോൺ സർവേക്കെതിരെ കൊടുമൺ ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തി. നടപടിക്ക് പിന്നിൽ ഭൂമാഫിയാണെന്ന് കൊടുമൺ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ വർഗീസ് പേരയിൽ ആരോപിച്ചു. കൊടുമണ്ണിൽ വിമാനത്താവളം വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ കാരണം സംസ്ഥാന സർക്കാരിന്റെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം വെറുതെ കിടക്കുന്നു. അവിടെ എയർപോർട്ട് വന്നാൽ ഒരാളിനെ പോലും കുടിയൊഴിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് അതിശയം തോന്നുകയാണ് ആറന്മുള വിമാനത്താവളം അയച്ചാൽ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇത് ഭൂവുടമകളാണ്, ഭൂമാഫിയകളാണ്. ഈ ഡ്രോൺ പരിശോധനത്തിന് സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ചോ? കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചോ? ഞാൻ അടൂരുകാരൻ, അടൂർ MLA ശ്രീ ശാന്തകുമാർ, അദ്ദേഹം കൊടുമൺ എയർപോർട്ടിന് വേണ്ടി സജീവമായി നിൽക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞോ ഈ ഡ്രോൺ പരിശോധന വന്നത്? ശാന്തകുമാർ ആ നിവേദനം കൊണ്ട് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. പത്തനംതിട്ടയിലെ എയർപോർട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് നടക്കണം. നടക്കാനുള്ള ഏക സാധ്യത കൊടുമണ്ണാണ്. അതേസമയം ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി സർക്കാർ ഒരു ഔദ്യോഗിക നീക്കവും നടത്തിയിട്ടില്ല എന്ന് മന്ത്രി റോജി എം ജോണും MLA അബിൻ വർക്കിയും വ്യക്തമാക്കി. പരിസ്ഥിതിക്ക് ദോഷം വരാത്ത ഏതു പദ്ധതിയും താൻ അനുകൂലിക്കുമെന്ന് ആറന്മുള MLA അബിൻ വർക്കി. ഗവൺമെന്റിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം ഔദ്യോഗികമായിട്ട് വന്നാൽ മാത്രമാണ് നമുക്കതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി ഔദ്യോഗികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് സ്ഥലം MLAയോ അല്ലെങ്കിൽ ഇവിടുന്ന് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ആരും തന്നെ അങ്ങനെ ഒരു പ്രൊപ്പോസൽ പോലും നമ്മുടെ അടുത്ത് നിലവിലെത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയുണ്ടായിട്ടില്ല. ഇത്രയും കിടക്കുന്ന ഒരു സ്ഥലത്തൊരു ഡ്രോൺ പറത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ആ രീതിയിൽ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയാതെ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റിന്റെ മുമ്പിൽ നിലവിൽ അങ്ങനെ ഒരു പ്രൊപ്പോസൽ ഇല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ വായിക്കേണ്ട കാര്യവുമില്ല. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, ഈ സ്ഥലമുടമ നടത്തിയ ഒരു ഡ്രോൺ പരിശോധനയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. തന്റെ പക്കൽ 400-ലധികം ഏക്കർ ഭൂമിയുണ്ട്. സർക്കാർ ഭൂമിയും കൂടി കൂട്ടിച്ചേർത്താൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അദ്ദേഹം പറയുന്നത് ചില രാഷ്ട്രീയ നേതാക്കളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. റോജി എം ജോൺ പറയുന്നു അങ്ങനെ സർക്കാരിന് യാതൊരു ബന്ധവും ഇപ്പോഴത്തെ ഈ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടില്ല എന്ന്. ഇനി പരിസ്ഥിതിക്ക് ദോഷം വരാത്ത പദ്ധതിയാണെങ്കിൽ അനുകൂലിക്കുമെന്ന് ആറന്മുള MLAയും പറയുന്നു. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്? മാധു, കഴിഞ്ഞ ദിവസം ആറന്മുള പാടശേഖരത്ത് ഒരു ഡ്രോൺ സർവേ നടന്നു. അത് നടത്തിയത് ദില്ലിയിൽ നിന്നുള്ള ഒരു ഏജൻസിയായിരുന്നു. ആ ദില്ലിയിൽ നിന്നുള്ള ഏജൻസിയെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചത് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിലായിരുന്നു. നമുക്കറിയാം, എബ്രഹാം കലമണ്ണിൽ ഇതിനു മുമ്പും ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലും ഒപ്പം സുപ്രീം കോടതിയും ആ നീക്കത്തെ എതിർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന് അവിടെ വിമാനത്താവളം വേണ്ട എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ നിന്ന് വരികയും ചെയ്തിരുന്നു. പിന്നീട് 10 വർഷക്കാലം ഈ ആറന്മുള വിമാനത്താവള പദ്ധതിയെപ്പറ്റി ഒരു വിവാദവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഡ്രോൺ സർവേ വന്നതിന് ശേഷമാണ് വീണ്ടും ഇത് ചർച്ചാ വിഷയമായത്. ഇപ്പോഴും എബ്രഹാം കലമണ്ണിൽ പറയുന്നത് അവിടെ ഡ്രോൺ സർവേ നടത്തി തൻ്റെ പക്കൽ 400 ഏക്കർ ഭൂമിയുണ്ട്, മറ്റൊരു 1000 ഏക്കർ കൂടി അവിടെ കണ്ടെത്തുകയാണെങ്കിൽ ഒരു വിമാനത്താവള പദ്ധതി അവിടെ വരുത്താം എന്നുള്ള ഒരു ആത്മവിശ്വാസവുമായാണ് എബ്രഹാം കലമണ്ണിൽ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഡ്രോൺ സർവേ നടത്തിയതിന് ശേഷം CPIയും CPMും BJPയും ഒപ്പം തന്നെ കൊടുമൺ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രക്ഷോഭമുണ്ടാകുമെന്നാണല്ലോ പി പ്രസാദ് അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. പ്രവീൺ പുരുഷോത്തമൻ. അതെ, പി പ്രസാദ് കഴിഞ്ഞ ദിവസം കോന്നിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിലാണ് അദ്ദേഹം CPIയുടെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം എന്തുകൊണ്ട് ആറന്മുളയിൽ ഒരു ഡ്രോൺ സർവേ നടത്താൻ ആരും ധൈര്യപ്പെട്ടില്ല? ഇപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷം എങ്ങനെ അവിടെ ഒരു ഡ്രോൺ സർവേ നടത്തി, അതും ആറന്മുള വിമാനത്താവള പദ്ധതി സംബന്ധിച്ച്? ഈ ഒരു ചോദ്യമാണ് മുൻ കൃഷിവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പി പ്രസാദ് ചോദിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം കൃഷിവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഈ ആറന്മുളയിൽ മിച്ചഭൂമി വിഷയത്തിൽ അവിടെ ഒരു സ്വകാര്യ സ്ഥാപനം, ഒരു സ്വകാര്യ പരിശീലന കേന്ദ്രം വരുന്നതിന് ഒരു ക്ലസ്റ്റർ ഭൂമി ആക്കുന്ന ഒരു വിഷയമൊക്കെ വന്നിരുന്നു. അതിനെ CPI ശക്തമായി എതിർത്തിരുന്നു. അന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്. കാരണം ആറന്മുള പാടശേഖരമാണ്, അവിടെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും ഒരു പദ്ധതിയും വേണ്ട എന്നുള്ള നിലപാടാണ് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പി പ്രസാദ് എടുത്തത്. അതേ നിലപാടിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും മാത്രമല്ല അവിടെ ഈ കൊടുമൺ ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ളവരും വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സ്വകാര്യ ഏജൻസി വെച്ച് ഒരു സ്വകാര്യ വ്യക്തി നടത്തിയ സർവേയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ. സർക്കാർ ഔദ്യോഗികമായതുമായി മുന്നോട്ട് പോയിട്ടേയില്ല എന്നുള്ളത് റോജി എം ജോൺ വ്യക്തമാക്കുകയും ചെയ്തു.